സാന്ദ്രമായ ഈ ഒരു യാത്ര തുടങ്ങിയിട്ട് നമ്മള് എത്ര പേര് ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്ത് കൊണ്ട് ചെയ്യും? വളരെ ചുരുക്കം ആൾക്കാരെ ചെയ്യുള്ളൂ. അതിനാണ് മണിലാൽ പ്രഭു പോലെ ഒരു ഡെഡിക്കേറ്റഡ് ആയ ഒരു ഉത്തമ ഭക്തന് മാത്രമേ മെസ്സേജിനെ അദ്ദേഹം എടുക്കുന്ന പ്രയത്നം എത്രയോ ദൂരെ നിന്ന് വന്ന ഗിസേസ് മാത്രമല്ല മറ്റിടങ്ങളിലും മുടങ്ങാതെ എല്ലായിടത്തും ഓടി നടന്ന് കൃഷ്ണ പ്രേമം നമ്മളിൽ വളർത്താൻ എടുക്കുന്ന ഒരു എഫേർട്ട്. പിന്നെ ഇപ്പോൾ ഈ 30 ദിവസം ദാമോദര മാസത്തിലെ 30 ദിവസം നമ്മളെ ഒക്കെ ഒരു പോവുക എളുപ്പമല്ല. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത്. ഒരു ഫല ഇച്ഛ ഇല്ലാതെ, ഒരു നല്ല വാക്ക് പോലും പ്രതീക്ഷിക്കാതെ ആണ് ഇദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ വിശേഷിപ്പിച്ചത് മണിലാൽ പ്രഭു ഒരു ഉത്തമ ഭക്തൻ തന്നെയാണ്. ഇതിന് നമുക്ക് എല്ലാവർക്കും മണിലാൽ പ്രഭു ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ. Dandavad pranams to Manilal Prabhu and his family. ഈ ഒരു ദാമോദര മാസം കഴിഞ്ഞു എന്ന് ഓർക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാതൊരു സങ്കടമാണ്. 30 ദിവസങ്ങളും വേഗം പോയ പോലെ. എല്ലാ ദിവസവും മായമേറിയ കീർത്തനങ്ങളും സന്ദേശങ്ങളും ദാമോദരാഷ്ടകവും പിന്നെ ഓരോരുത്തരുടെ വീടുകളിൽ എത്താൻ എങ്ങനെ ആയിരിക്കും കൃഷ്ണനെ ഒരുക്കിയിരിക്കുന്നത്, എങ്ങനെയായിരിക്കും ഓൾട്ടാർ ഒരുക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാവരും എന്നും വൃന്ദാവനത്തിലേക്ക് പോയ പോലെയായിരുന്നു. എവിടേക്കോ നമ്മളും ആ ഗോപികമാരുടെയും ഗോപന്മാരുടെയും ഒപ്പം നേരിൽ കണ്ട ഒരു പ്രതീതിയായിരുന്നു. ഭഗവാന്റെ ലീലകൾ എത്ര കേട്ടാലും മതി വരില്ല. ആ ലീലകൾ രസായനം തന്നെയാണ്, രസത്തെ നൽകുന്നതാണ്, ആനന്ദത്തിനെ നൽകുന്നതാണ്. പിന്നെ ഭഗവാന്റെ സാന്നിധ്യം പലപ്പോഴും നമ്മൾ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇവൻ ഓരോ കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് കണ്ണ് നിറയുന്നുണ്ട്. ഒന്നും മ്യൂട്ട് ആക്കിക്കോളൂ, സ്പീക്കർ മാത്രം ഓൺ ചെയ്യാം. സോ ഭഗവത് കഥകളും കീർത്തനവും ഒക്കെ പറയുമ്പോൾ ഭഗവാനും ഭഗവാന്റെ പരമഭക്തരും അത് കേൾക്കാൻ അവിടെ വന്ന് ഇരിക്കാറുണ്ടെന്നാണ് പറയാം. ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ വീട് ഗുരുവായൂരാണ്. അപ്പൊ ഞാൻ ആയിരിക്കുന്ന സമയത്ത് ഗുരുവായൂര് നിൽക്കുന്ന മന്ത്ലി മാഗസിൻ ഭക്തി പ്രിയ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നമ്മൾ ഭക്തരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും. അത് വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും കരച്ചിൽ വരും. ചില അനുഭവങ്ങൾ അതില് പറയാറുണ്ട്. പിന്നെ നമുക്ക് എത്ര പേർക്ക് അറിയാന്നറിയില്ല, തിരുവമ്പാടി അമ്പലം ഉണ്ട് തൃശ്ശൂര്. തിരുവമ്പാടി അമ്പലത്തില് ഒരു ആൽമരം ഉണ്ട്. ആ അമ്പലത്തിനുള്ളിൽ തന്നെയാണ് ആൽമരം. അവിടെ ഭാഗവത പാരായണവും രാമായണവും എന്നും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ഈ രാമായണം ഡെയിലി വായനയുണ്ട്. അവിടെയൊക്കെ ആൾക്കാർ വന്നിരിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ദിവസം അവിടെ ഒരു തീരുമാനം ഉണ്ടായി, ദാറ്റ് അവിടെ കുറച്ചുകൂടെ സ്പേസ് ഉണ്ടാക്കാം, അപ്പൊ ഈ ആൽമരം നമുക്ക് മുറിച്ച് കളയാം എന്നൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി അവിടുത്തെ കൊരങ്ങന്മാര് വന്നിട്ട് പുള്ളിയുടെ ദേഹത്ത് മൊത്തം മാന്തി വെക്കുന്നുണ്ടായിരുന്നു. പുള്ളി ഞെട്ടി എണ്ണീറ്റു. ഇത് 3 ദിവസം പിന്നെ പ്രശ്ന സമയത്ത് ഹനുമാൻ ആ ആൽമരത്തിന് മുകളിൽ ഇരിക്കുന്നുണ്ട് അത്രേ. അതുകൊണ്ട് ഈ ആൽമരം മുറിക്കാൻ പാടില്ല എന്നൊരു തീരുമാനത്തിൽ പിന്നെ എത്തി. സോ ഇതാ പറയണത്, നമ്മൾ എവിടെ ഭഗവാന്റെ കഥകൾ പറഞ്ഞാലും അത് നല്ല മാധുര്യത്തോടെ തന്നെ നമ്മൾ പറയുമ്പോ അവിടെ ഭഗവാൻ തീർച്ചയായും വരും.
അപ്പോ നമ്മളും ഇനിയും തൊട്ട് ദാമോദര മാസം കഴിഞ്ഞാലും നിത്യേന ഭാഗവത സേവയും പാരായണവും ജീവിതത്തിൽ പറയാനുണ്ട്. ചതുശ്ലോകി എങ്കിലും വായിക്കുക. എന്താന്ന് വെച്ചാ അവിടെ അവിടെയാണ് ഭാഗവരുൾ ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞു എന്താണ് മിഥ്യാലോകം എന്നൊക്കെ പറയുന്നുണ്ട്. പ്രഹ്ലാദ് മഹാരാജ് ഒരു തവണ ചോദിക്കുന്നുണ്ട്, നരസിംഹ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, ഈ ലോകം ഭഗവാനെ ഈ ലോകം അങ്ങ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ നമുക്ക് തോന്നാറില്ല. നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാൻ തോന്നും, നമുക്ക് ഇതൊക്കെ എൻജോയ് ചെയ്യാനായിട്ടാണ് തോന്നുന്നത് എന്ന് ഭഗവാനോട് പറയുന്നുണ്ട്. അപ്പൊ വേണ്ടിയിട്ട് ആണ്. പക്ഷെ നിങ്ങൾക്ക് എന്റെ മെഡിറ്റേഷൻ, എന്റെ സേവ ചെയ്യാനായിട്ടുള്ള അവസരത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേറൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാത്ത രീതിയിൽ നിങ്ങൾക്കുള്ള ആഹാരവും എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ തന്നത് അതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ ഇതില് മുഴുകിപ്പോയി, ഈ ഒരു കംഫർട്ട് വേൾഡിലും മുഴുകിപ്പോയി. എന്നിട്ട് ഭഗവാനെ മറക്കാൻ തുടങ്ങി. അതാണ് ഒരു വ്യക്തി, ധനികനായിരുന്നു. ആള് താമസിക്കുന്നതിന്റെ അടുത്ത വില്ലേജില് അവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പം ഈ ധനികൻ വിചാരിച്ചു, ഓക്കെ ഞാനൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാം, അവിടെ ഒരു കിണറ് കുഴിച്ച് ഞാൻ കൊടുക്കാം ഇവർക്ക്. അങ്ങനെ അവര് പിടിച്ചെടുത്ത് ഒരു നല്ലൊരു സ്ഥലം നോക്കി അവിടെ കിണറ് കുഴിച്ചു, അവിടെ വെള്ളം വന്നു. നാട്ടുകാരൊക്കെ വളരെ ഹാപ്പി. ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റിന്ന് വെച്ചാൽ അവിടെ ഒരു നിർഭാഗ്യവശാൽ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അവിടെ പിന്നെ പറയാണ്, നോക്കൂ ഈ ധനികൻ കാരണമാണ് എന്റെ മരിച്ചത്. ശരിക്കും ധനികൻ കാരണമാണോ മരിച്ചത്? അല്ല, കൊടുത്തതാണ് വെള്ളം കുടിക്കാനുള്ളത്. പക്ഷെ ആ കുട്ടി അവിടെ പോവാതിരിക്കാൻ അച്ഛനും അമ്മയാണ് നോക്കേണ്ടിയിരുന്നത്. ബീൻ കെയർഫുൾ. അപ്പൊ നമ്മള് ഈ ലോകത്തിനെ പഴി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ നമ്മള് കുറ്റം പറഞ്ഞിട്ട് വേണ്ടായിരുന്നു. ഭഗവാൻ എന്താണ് എന്റെ അടുത്ത് ഇങ്ങനൊക്കെ ചെയ്യുന്ന എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ബിക്കോസ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു ദൗത്യത്തിനാണ്. അത് ഭഗവാനെ സേവിക്കുക, ഭഗവാന്റെ കഥകള് പറയാ, കേൾക്കുക. നമ്മുടെ ഈ ലോകം പോയിരിക്കുകയാണ്, അതില് മുങ്ങിപ്പോയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ കിണറിന്ന് നമ്മള് നല്ല വെള്ളം എടുക്കാന്ന് ചെയ്യാം. ഈ ഭഗവാന്റെ കാരുണ്യം, വെള്ളം വേണമ്പോ നമ്മള് ചാടല്ലല്ലോ ചെയ്യാം, നമ്മളൊരു എടുക്കുന്നത് വെള്ളം. അതേപോലെ നമ്മള് ഭഗവാന്റെ സേവ ചെയ്തിട്ട് ഭഗവാനെ അറിയാം, കൂടുതൽ അറിയാം. അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. ഈ ഒരു അവസരത്തില് പ്രത്യേകം നന്ദി. സീലി നമ്മളെ കഥകളും നമുക്ക് പുതിയ പുതിയ അറിവുകളും പകർന്നു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് മാതാവിധ ഭക്തിയും ഐശ്വര്യങ്ങളും എന്നും സ്മിത മാതാജിക്കും കുടുംബത്തിനും നേരുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ പേര് പറയുന്നില്ല, ബിക്കോസ് കുറെ പേര് നമുക്ക് പേര് പറയാനുണ്ട്. കുഞ്ഞുമക്കൾ എല്ലാവരും, സ്നേഹ, കമലു, കീർത്തന, എല്ലാവരും പേര് പറയണം. പാട്ടുപാടി, കീർത്തനങ്ങൾ പാടി, ഈവൻ കുഞ്ഞു കുട്ടികൾ, പുതിയ കുഞ്ഞു രസമായിട്ടാണ് നമ്മള് വലിയ ആൾക്കാരെ ശരിക്കും ഈ യാത്ര ഒരു സന്തോഷപൂർണ്ണമാക്കിയിട്ടുണ്ട് എല്ലാവരും. സോ താങ്ക് യു വെരി മച്ച്. നമുക്ക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, രാമ ഹരേ രാമ, രാമ രാമ ഹരേ. ഒരു മിനിറ്റ്. ഇത് ഹരേ കൃഷ്ണ മാതാജി, വളരെ സന്തോഷം പറഞ്ഞത്. ഇതെല്ലാം ഗുരുവിന്റെ കൃപാകടാക്ഷമാണ്. ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. ഇവർ രണ്ടുപേരുടെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഇച്ഛാശക്തി, ഭഗവത് ഭക്തിയിലോട്ടുള്ള ഇച്ഛാശക്തി സഫലമാവുകയുള്ളൂ. അവിടെ
നിഷ്കളങ്കവും അചഞ്ചലവുമായ സ്നേഹവും വിശ്വാസവും വേണം. അതാണ് പ്രഭുപാദര് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ആ ഒരു പ്ലാറ്റ്ഫോം ലെവല് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് പ്രഭുപാദരുടെ മെസ്സേജ് നമുക്ക് തന്നിരിക്കുന്നത്. ചൈതന്യ മഹാപ്രഭു ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം ജനകീയമാക്കി തന്നെങ്കിലും അത് എല്ലാവരിലും എത്തിച്ച് റിയൽ ഒരു ഡെമോക്രാറ്റിക് വേ കൊണ്ടുവന്നത് ശീല പ്രഭുപാദരാണ്. ബീറ്റിൽസ് ഗായകൻ ജോർജ് ഹാരിസൺ അമേരിക്കയില് ഹരേകൃഷ്ണ മഹാമന്ത്രം പ്രചരിപ്പിച്ചത് ശ്രേഷ്ഠനായ പ്രഭുപാദരുടെ ഏറ്റവും വലിയ ശിഷ്യനാണ്. ഓ സീറ്റ് മൈ ലോഡ് എന്ന അദ്ദേഹത്തിന്റെ ഒരു ഗാനാരവത്തോടുകൂടി ഹരേകൃഷ്ണ മഹാമന്ത്രം പാശ്ചാത്യ നാടുകൾ ആകെ പ്രചരിച്ചു എന്നുള്ളത് വളരെ സത്യമാണ്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ശ്രേഷ്ഠമായ മുഹൂർത്തത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇതാണ് ശിക്ഷാ നെയിം. ഞങ്ങള് ഷോർട്ട് നെയിമായിട്ട് സ്മിത മാതാജി എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഗുരു കൊടുത്ത മന്ത്രദീക്ഷ കൊടുത്ത പേര് ശ്യാമ സ്മിത ദേവി എന്നാണ്. എന്നെക്കാട്ടെയൊക്കെ ഒരുപാട് സീനിയർ ആണ് ശില്പമാതാജിയെ പോലെ, ഒരുപാട് സീനിയർ ആണ്. എങ്കിലും എന്നോട് സഹകരിക്കുക എന്നുള്ളത് എനിക്കറിവുണ്ടായിട്ടല്ല, അഥവായാണ് ഭക്തർ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്, നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ്. ഈ 30 ദിവസം കൊണ്ട് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാകും ആ ഒരു ഡെപ്ത് നോളജ്. അതുപോലെ തന്നെ ശില്പമാതാജിയുടെ ആ സ്പിരിച്വലിയുള്ള ഡെപ്ത് നോളജ് എല്ലാവരും ഒരു സോഷ്യൽ ആക്ടിവിറ്റീസ് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ടെങ്കിലും എനിക്കത് നേരത്തെ ആ ഒരു മെഷർമെന്റ് അറിയാമായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന് ഇടുന്നത്, എത്ര തിരക്കുണ്ടെങ്കിലും. ഓക്കെ, അപ്പം അവിടെയൊക്കെ അളവ് വെച്ച് നോക്കുമ്പോൾ, അറിവിന്റെ അളവ് വെച്ച് നോക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല. ഹരേ കൃഷ്ണ മഹാമന്ത്രം നേരെ ഇവ ജപിക്കാൻ പോലും അറിയില്ല. ഓക്കെ, പറഞ്ഞു വരുന്നത് ഇന്ന് നമ്മുടെ ഹോസ്റ്റ് ഗോപി പ്രഭുവും ശ്യാമ സ്മിത ദേവിദാസി മാതാജിയുമാണ്. ഇന്ന് ഗോവർദ്ധന പർവ്വതം വളരെ മനോഹരമാക്കി ഒരുക്കി വെച്ചിരിക്കുന്നു 56 കൂട്ടം വിഭവങ്ങളുമായിട്ട്. ആ ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. താഴെ ശ്രീനാഥ്ജി ഗോവർദ്ധനധാരി, അതാണ് ഗോവർദ്ധനം അങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. മേലിൽ ഇരിക്കുന്നതാണ് ഗോവർദ്ധന പർവ്വതം. ഇത്ര ശ്രേഷ്ഠമാണെന്ന് ചുറ്റും 56 കൂട്ടം വിഭവങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് ഭഗവാനുമായിട്ടുള്ള ബന്ധം. നമ്മൾ എന്തുണ്ടാക്കുന്നുവോ അത് ഭഗവാന് കൊടുക്കുക. കരോഷ്യതസ്നാസി യജ്ജുഘോഷ്യദാസി തപസ്യസ്യ കൗന്ദയ പുരുഷമതർപ്പണം. നീ എന്ത് പ്രവർത്തി ചെയ്യുന്നുവോ, നീ എന്ത് ദാനം ചെയ്യുന്നുവോ, നീ എന്ത് ഭക്ഷിക്കുന്നുവോ അത് എനിക്കായി വേണ്ടി ചെയ്യുക. പ്രഭുപാദർ പറയുന്നുണ്ട്, ഓരോ ഗൃഹങ്ങളും ക്ഷേത്രമായിട്ട് മാറുക. പണ്ടൊക്കെ ഓരോ വീടും ക്ഷേത്രമായിരുന്നു. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് അമ്പലത്തിൽ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള അമ്പലത്തിൽ പോവുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ എന്നെ ഒരാൾ കൂട്ടിക്കൊണ്ടുപോയി അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലോട്ടാണ് കൂട്ടിക്കൊണ്ടുപോയത്. പറഞ്ഞു, എന്റെ അമ്പലം കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത്, എന്ത് ഇങ്ങനെ പറയുന്നത് എല്ലാവരും, എന്റെ അമ്പലം കണ്ടു എന്ന്. അപ്പൊ നമ്മൾ കേരളത്തിൽ നിന്ന് വന്നിട്ട് ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ട്രഡീഷണൽ ആയിട്ട് വലുതായിട്ട് വെച്ചിരിക്കുന്ന ദേവസ്ഥാനം, അതാണ് ക്ഷേത്രം. പക്ഷെ ഇവിടെ ഈ ആൾ എന്നെ വിളിച്ചിരിക്കുകയാണ്, ആതിഥേയനാണ് അദ്ദേഹം. കൊണ്ടുപോയിട്ട് എന്റെ വീട്ടിലെ ക്ഷേത്രം നോക്കൂ എന്ന് പറഞ്ഞു. പിന്നീട് പ്രഭുപാദരെ ബന്ധപ്പെടാനും ഹരേകൃഷ്ണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടാനും കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത്. ഓരോ വീടും ക്ഷേത്രമായിരിക്കണം. ഭഗവാന്റെ ആലയമാണ് നമ്മുടെ വീട്. ആ വീടിന്റെ നാഥൻ, ഗൃഹനാഥൻ അവിടുത്തെ ഭർത്താവല്ല, അല്ലെങ്കിൽ അവിടുത്തെ അച്ഛനല്ല, അവിടുത്തെ ഗൃഹനാഥൻ. അതുകൊണ്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ശ്രീനാഥ്ജി എന്നറിയപ്പെടുന്നത്. നാഥനാണ് അവിടുത്തെ ഗൃഹനാഥൻ, ഭഗവാനാണ്. അപ്പം ആ 56 കൂട്ടം വിഭവങ്ങൾ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നു. നമ്മൾ അഷ്ടകം ചൊല്ലാൻ പോവുകയാണ്. ആ ഗോവർദ്ധനധാരി, ആ ഗോവർദ്ധന പർവ്വതത്തെ നമ്മൾ നോക്കിക്കൊണ്ട് നമ്മൾ എല്ലാവരും ഇന്ന് ദാമോദര ആരതി, ദാമോദര അഷ്ടകം ചെല്ലും. ക്ഷമിക്കണം, കുറച്ച് ലേറ്റായിട്ട് തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് ലേറ്റായിട്ട് തുടങ്ങി. 9 മണിക്ക് എനിക്ക് നിർത്തുകയും വേണം. ഹരേ കൃഷ്ണ, ക്ഷമിക്കണം. അപ്പൊ നമ്മള് ഗോവർദ്ധന ആരതി, ദാമോദര അഷ്ടക ആരതി ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഗോവർദ്ധന മന്ത്രം ജപിച്ചുകൊണ്ട് പരിക്രമ ചെയ്യും. എല്ലാവരും ഒരുപോലെ, എന്തോ ഹരേ കൃഷ്ണ, എല്ലാവരും ഒരേപോലെ ഒരേ മനസ്സാൽ
മനസ്സുകൊണ്ട് ഇവിടെ അഷ്ടകം ചെല്ലുകയും ആരതി ചെല്ലുകയും വേണം. ഹരേ കൃഷ്ണ. ഞാൻ പറഞ്ഞത് കേട്ടിരുന്നോ? നമ്മളിപ്പോ അഷ്ടകം ചൊല്ലും. അഷ്ടകം ചൊല്ലിയതിന് ശേഷം നമ്മൾ ആ ശ്രേഷ്ഠമായ വലിയൊരു മുഹൂർത്തത്തിലേക്ക് നമ്മൾ പോകുന്നു. ഇതേ മാസത്തിലാണ്, ഇതേ കാർത്തിക മാസത്തിലാണ് നമ്മൾ ഭഗവാൻ ഗോവർദ്ധന പർവ്വതം ഉയർത്തി ബ്രജവാസികളെ മുഴുവൻ 7 ദിവസം ആ ഗോവർദ്ധന പർവ്വതത്തിന്റെ അടിയിൽ നിർത്തി അവരെ സംരക്ഷിച്ചു. അതാണ് നാഥൻ, നമ്മുടെ നാഥനാണ് ഭഗവാൻ. ഹരേ കൃഷ്ണ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ നമ്മള് ആരതി സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാവർക്കും വീഡിയോ ഓൺ ചെയ്യാൻ നോക്കാം, നമുക്ക് ടെസ്റ്റ് ചെയ്യാം. വീഡിയോ ഓൺ ചെയ്തിട്ട് ഈ ആരതിയിൽ ഭാഗവാക്കാകുക. ഹരേ കൃഷ്ണ. ഓഡിയോ പ്രോബ്ലം ഉള്ളതുപോലെ എല്ലാവർക്കും തോന്നുന്നുണ്ടോ? ഓഡിയോ പ്രോബ്ലം, ഓഡിയോ ക്ലിയർ അല്ല. ഓഡിയോ ഇവിടെ ക്ലിയർ അല്ല. കുറെ ഓഡിയോ ക്ലിയർ അല്ല. ബ്രേക്ക് ചെയ്താണ് കേൾക്കുന്നത്. പ്രശ്നം ഉണ്ടെങ്കിൽ അത് മണിലാൽജി അത് കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ബ്രേക്ക് ഓഫ് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്, പക്ഷെ ഇടയ്ക്ക് പോകുന്നുണ്ട് സൗണ്ട്. എങ്ങനെയാ? ഒരാളുടെ മാത്രമല്ല, എല്ലാവരുടെയും നെറ്റ് പ്രോബ്ലമാ. കണക്ഷൻ കട്ട് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ ശരിയാവും. മണിലാൽജി മൊത്തത്തിൽ ഓഫ് ചെയ്തിട്ട് ഹരേ കൃഷ്ണ. എല്ലാരും ഒരു പ്രാവശ്യം ലോഗ് ഔട്ട് ചെയ്തിട്ട് ചെയ്യൂ. എല്ലാവർക്കും किधर है? 1357 hash. 1357 hash. Door code 57 hash. 57 hash.